ഹായ് ഫ്രണ്ട്സ്, എടാ അപ്പോൾ സെൽഷ്യസിന്റെ മറ്റൊരു വീഡിയോ ആണ്. എടാ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിന്റെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. എടാ കൃത്യമായി പഠിക്കുക, നമ്മൾ ഇതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ തന്നിരുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസ് ചോദ്യങ്ങളൊക്കെ നമ്മൾ തരും. അപ്പൊ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്ത് പോവുക. എടാ ഉറപ്പായിട്ട് നമുക്ക് ചോദ്യം വരാവുന്ന ഒരു ഏരിയ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കേടാ. എടാ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കയ്യെഴുത്ത് പ്രതി വരെയാണ് പഠിച്ചത്. അടുത്ത നോക്കാം. എടാ ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ തയ്യാറാക്കിയ ഈ ഭരണഘടനയിലെ, അതായത് ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളിൽ തയ്യാറാക്കിയ ഈ ഭരണഘടനയുടെ അസൽ പ്രതി, അതായത് ഒറിജിനൽ കോപ്പി ഹീലിയം നിറച്ച പ്രത്യേക പെട്ടിയിൽ പാർലമെന്റിലെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒറിജിനൽ കോപ്പി സൂക്ഷിച്ചിരിക്കുന്നത് പാർലമെന്റിലെ ലൈബ്രറിയിലാണ്. അതെങ്ങനെയാണ്? ഹീലിയം നിറച്ച ഒരു പ്രത്യേക പെട്ടിയിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. എടാ അടുത്തത്, എടാ ആരാടാ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്? ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചൊരു ചോദ്യം, ഒരുപാട് തവണ ആവർത്തിച്ച ചോദ്യം. ആരാണ്? എടാ അത് ജവഹർലാൽ നെഹ്റു ആണ്. എടാ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ് എന്ന് മനസ്സിലാക്കുക. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു അവതരിപ്പിക്കുകയും 1947 ജനുവരി 22 തീയതി അസംബ്ലി അംഗീകരിക്കുകയും ചെയ്ത ഒബ്ജക്റ്റീവ് പ്രമേയം അഥവാ ലക്ഷ്യപ്രമേയം. എടാ ഒബ്ജക്റ്റീവ് പ്രമേയം അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം, അങ്ങനെ ലക്ഷ്യപ്രമേയം എന്നാണ് പരീക്ഷയിൽ നമുക്ക് വരാനുള്ള സാധ്യത. ലക്ഷ്യപ്രമേയം. എടാ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ഈ ലക്ഷ്യപ്രമേയമാണ് അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്നാണ് പറയുക. ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. എടാ ഇത് എവിടെ നിന്നാണ് എടുത്തതെന്ന് ചോദിച്ചാൽ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് ഇത് നെഹ്റു എന്താണ് കടം കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഭരണഘടനയെ ആസ്പദമാക്കിയാണ് നെഹ്റു ഇത്തരത്തിലൊരു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കേടാ. ഈ ഒരു ഇതിനെ പിന്താങ്ങിയത് രാജേന്ദ്ര പ്രസാദ് ആണ് എന്നുകൂടി മനസ്സിലാക്കണം. 1947 ജനുവരി 22 ഇത് അംഗീകരിക്കുന്നത്. എടാ ഇതാണ് പിന്നീട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമായി മാറുന്നത്. എടാ എപ്പോഴാണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ 1946 ഡിസംബർ 13. എടാ ആ ഡേറ്റുകളൊക്കെ ഒന്ന് ഓർത്ത് നോക്കാം. എടാ ഒന്നുകൂടെ 1946 ഡിസംബർ 9 എന്ത് ഇതിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേരുന്നത്. എപ്പോ വരെ? ഡിസംബർ 23 വരെ ആ യോഗം നീണ്ടു നിന്നു. എടാ അന്ന് താൽക്കാലിക അധ്യക്ഷനായി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുത്തു. കൂടെ 1946 ഡിസംബർ 11 സ്ഥിരം അധ്യക്ഷനായി ആരെ തെരഞ്ഞെടുത്തു? രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു. ആരെയാണ്? രാജേന്ദ്ര പ്രസാദിനെ തെരഞ്ഞെടുത്തു. ഓക്കേടാ. അതിനുശേഷം 1946 ഡിസംബർ 13 എന്ത് വരുന്നത്? ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത്. ലക്ഷ്യപ്രമേയം ആരാണ് അവതരിപ്പിച്ചത്? ജവഹർലാൽ നെഹ്റു. ഈ ലക്ഷ്യപ്രമേയമാണ് 1947 ജനുവരി 22 നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. ഇതാണ് പിന്നീട് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറിയത് എന്നുള്ളത് മനസ്സിലാക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, പഠിച്ചു വെക്കണം. ഉറപ്പായിട്ടും ചോദിക്കും, ഒരുപാട് തവണ ചോദിച്ചതാണ്. എടാ അടുത്തത്, ആരാടാ ഭരണഘടനയുടെ കവർ പേജ്, ലേ ഔട്ട് എന്നിവ തയ്യാറാക്കിയത്? എടാ ഭരണഘടനയുടെ കവർ പേജും ലേ ഔട്ടും തയ്യാറാക്കിയത് നന്ദലാൽ ബോസ് ആണ്. ആരാടാ? നന്ദലാൽ ബോസ് ആണ് എന്ന് മനസ്സിലാക്കണം. നന്ദലാൽ ബോസ് ആണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് കൃത്യമായി തന്നെ പഠിച്ചു പോകണം. എടാ അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾ ആരൊക്കെ? ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, വലിയ പ്രാധാന്യം ഇപ്പോ ഇല്ല ഇതിന്. ഓക്കെ, ഫ്രാങ്ക് ആന്റണി, SH പ്രാറ്റർ, MVN കോളിൻസ്. ഇതാണ് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പാഴ്സി പ്രതിനിധികൾ എന്ന് ചോദിച്ചാൽ HP മോദി, RK സിധവ, MR മസാനി. ചിലപ്പോൾ ചോദിച്ചാലും വലിയ പ്രാധാന്യം ഇല്ല. അതുപോലെ തന്നെ ഗൂർഖ വിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധിയാണ് ദാംബർ സിംഗ് ഗുരുങ്. ഒരു കാര്യം പറയുമ്പോൾ ഇതങ്ങ് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. അഥവാ ഇനി ചോദിച്ചാൽ നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ്. എടാ അടുത്തത്, എടാ ഭരണഘടനാ നിർമ്മാണ സഭ നമ്മൾ പറഞ്ഞു 1946 നവംബറിൽ ഇതൊരു ഭരണഘടനാ നിർമ്മാണ സഭ വേണമെന്ന രീതിയിൽ തുടങ്ങി. 46 ഡിസംബർ 9 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ പ്രഥമ സമ്മേളനം നടന്നു. എടാ ആ സമ്മേളനം മുതൽ പിന്നീട് ഈ ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് തന്നെയാണ് നമ്മൾ ഇതിനെ വിശേഷിപ്പിച്ചത്. ഈ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ എപ്പോഴാണ് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത്? എടാ എപ്പോഴാണ് നിയമനിർമ്മാണ സഭയായി മാറിയത്? എടാ അത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ്. എടാ എന്താണ് ആ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയുടെ പ്രത്യേകത? എടാ അത് തന്നെ
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. എടാ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ശരിക്കെപ്പോഴാണ്? 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി. നമ്മൾ ഓഗസ്റ്റ് 15 അത് ആഘോഷമായി കൊണ്ടു നടക്കുന്നു എന്നാണ്, അർദ്ധരാത്രിയാണ്. അപ്പൊ അന്ന് മുതലാണടാ ഇത് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറി. അതുവരെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ എന്നറിയപ്പെട്ടിരുന്ന ഈ ഒരു സഭ പിന്നീട് നിയമനിർമ്മാണ സഭയായി 47 ആഗസ്റ്റ് 14 മുതൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ നിയമനിർമ്മാണ സഭയായി മാറി എന്ന് മനസ്സിലാക്കുക. എടാ ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക്, എടാ ഇത്രയും നാളും ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അത് മാറി ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചതെന്നാണ്? എടാ അത് 1947 നവംബർ 17 ആ നിയമനിർമ്മാണ സഭ എന്ന നിലയിൽ ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യമായി സമ്മേളിച്ചത് 47 നവംബർ 17 1947 നവംബർ 17. ഈ സമ്മേളനത്തിൽ GV മാവുലങ്കർ എന്തായി തെരഞ്ഞെടുത്തു? സ്പീക്കറായി തെരഞ്ഞെടുത്തു. എടാ GV മാവുലങ്കറെ സ്പീക്കറായി തെരഞ്ഞെടുത്തു. ആദ്യത്തെ സ്പീക്കർ ആരാടാ? GV മാവുലങ്കർ. എടാ എപ്പോഴാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത്? എടാ ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് 1949 നവംബർ 26. എടാ വളരെ വളരെ ഇമ്പോർട്ടന്റോടെ അല്ലെങ്കിൽ അത്രയധികം പ്രാധാന്യത്തോട് പഠിച്ചു വെക്കേണ്ട ഒരു ഡേറ്റും ഒരു മാസവും ഒരു വർഷവുമാണ്. 1949 നവംബർ 26. നമ്മുടെ ആമുഖത്തിൽ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു വാക്ക്, അതായത് ഒരേ ഒരു വർഷവും ഒരേ ഒരു ദിവസവും ഒരേ ഒരു തീയതിയും ഇതാണ്, മാസവും ഇതാണ്. ഓക്കെ, 1949 നവംബർ 26 എന്നതാണ് നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു വർഷവും മാസവും തീയതിയും എന്നുള്ളത് കൃത്യമായി പഠിച്ചു വെക്കുക. അത് എന്താണത്? ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ട ആ ഒരു ദിവസമാണ്. ആ ഒരു ദിവസം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ച ദിവസം, ഭരണഘടനയെ സ്വീകരിച്ച ദിവസം. ഇങ്ങനെയൊക്കെ നമുക്കവിടെ പഠിച്ചെടുക്കാൻ പറ്റും. എടാ പഠിച്ചിട്ട് തന്നെ പോവുക, ഉറപ്പാണ്, ഇതൊക്കെ ഉറപ്പാണ്. എടാ അടുത്തത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നപ്പോൾ. എടാ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാനത്തെ സമ്മേളനം നടന്നത് 1980 ജനുവരി 24 കാരണം 26 എന്താ ഇന്ത്യ റിപ്പബ്ലിക് ആയതോടെ ഭരണഘടന എന്താണ് നിലവിൽ വന്നു, ഇന്ത്യ റിപ്പബ്ലിക് ആയി. അപ്പൊ 1950 ജനുവരി 24 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാനത്തെ സമ്മേളനം ചേരുന്നത്. എപ്പോഴാണ്? 50 ജനുവരി 24. എടാ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചതെന്ന്. എടാ അതുവരെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്ന അംഗങ്ങൾ ഏകദേശം 299 പേർ. 389 പേരിൽ നിന്ന് കുറച്ചു പേര് പോയപ്പോൾ അത് 299 പേരായി നമ്മൾ പറഞ്ഞു. ആ 299 പേരിൽ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചതെന്നാടാ? അത് 1950 ജനുവരി 24 എപ്പോഴാണ്? 1950 ജനുവരി 24. എടാ എത്ര പേര് ഒപ്പുവെച്ചു എന്ന് ചോദിച്ചാൽ 284 പേരാണ് ഒപ്പുവെച്ചത്. എടാ എത്ര പേരാണ് ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങൾ? എടാ ഭരണഘടനയിൽ ഒപ്പുവെച്ച അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ കൃത്യമായി പറയുക 284. 284. എടാ ഇന്ത്യൻ ഭരണഘടന എന്നാണ് നിലവിൽ വന്നത്? 1950 ജനുവരി 26. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന എന്ത് ചെയ്തു? നിലവിൽ വന്നു. എടാ നിലവിൽ വന്നു. എടാ ഇന്ത്യ റിപ്പബ്ലിക് ആയത് എന്നാണെന്ന് ചോദിച്ചാൽ അതും 1950 ജനുവരി 26. എടാ ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ദിനമായി കൊണ്ടാടുന്നു. നവംബർ 26 നമ്മൾ ദേശീയ നിയമ ദിനമായും ദേശീയ ഭരണഘടനാ ദിനമായും ആഘോഷിക്കുന്നു. എടാ ജനുവരി 26 റിപ്പബ്ലിക്കായി ആഘോഷിക്കുമ്പോൾ നവംബർ 26 ദേശീയ നിയമദിനവുമാണ്, ദേശീയ ഭരണഘടനാ ദിനവുമാണ് എന്ന് മനസ്സിലാക്കുക. ഇത് രണ്ടും അങ്ങ് പഠിച്ചു വച്ചേക്കുക. എടാ അടുത്ത ഒരു പോയിന്റ് ആണ്. അടുത്തൊരു പോയിന്റ് നമുക്കത് ഇന്ന് ഹിസ്റ്ററിയിലും ചോദിക്കാം, പൊളിറ്റിയിലും ചോദിക്കാം. അതോടൊപ്പം 1929 ഡിസംബർ 31 അർദ്ധരാത്രി ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ പാസാക്കിയ പൂർണ്ണ സ്വരാജ് തീരുമാനം. എടാ അപ്പൊ ഈ പൂർണ്ണ സ്വരാജ് തീരുമാനം ഏത് സമ്മേളനത്തിലാണ് പാസാക്കിയെന്ന് ചോദിച്ചാൽ 1929 ലാഹോർ സമ്മേളനത്തിലാണ്. ഏതാടാ? ലാഹോർ സമ്മേളനം. അതിന്റെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. ആരാടാ? ജവഹർലാൽ നെഹ്റു. ഈ ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ് പാസ്സാക്കുന്നത്. ഈ പൂർണ്ണ സ്വരാജ് തീരുമാനത്തെ തുടർന്ന് എന്ത് ചെയ്തു? 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായി അവർ ആഘോഷിച്ചിട്ടുണ്ട്. എവിടെയാണ്? 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുകയും രവിയുടെ നദിക്കരയിൽ എന്താണ് ഇത് ഡിസംബറിൽ തന്നെ എന്താണ് അവിടെ ഒരു പതാക ഉയർത്തുക ഒക്കെ ചെയ്തിട്ടുണ്ട്. അവിടെ ഇതിന്റെ ഓർമ്മിക്കാണ്, അതായത് 1ാം സ്വാതന്ത്ര്യ ദിനമായി ആചരിച്ച 1931 ജനുവരി 26 ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തെരഞ്ഞെടുക്കുന്നത്. എന്താണ് റിപ്പബ്ലിക് ദിനമായി തെരഞ്ഞെടുക്കുന്നത്? അതിവിടെ പഠിച്ചു വെക്കുക.
എടാ അടുത്തത് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം എത്രയാടാ? ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം എടാ അത് 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ്. എടാ 2 വർഷവും 11 മാസവും 18 ദിവസവും. എടാ ചില ഉത്തര സൂചികളിൽ 17 ദിവസം എന്നും PSC ഉത്തരമായി കണക്കാക്കാറുണ്ട്. 17 ദിവസം, 2 വർഷം 11 മാസം 17, അതല്ലെങ്കിൽ 18, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എടാ ഈ ഭരണഘടന നിർമ്മാണത്തിന് ചെലവായ തുക ചോദിച്ചാൽ അത് 64 ലക്ഷം രൂപയാണ്. എടാ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയെടുക്കാൻ ചെലവായ തുക, അല്ലെങ്കിൽ ഈ ഒരു നിർമ്മാണത്തിന് ചെലവായ തുകയാണ് 64 ലക്ഷം എന്ന് പറയുന്നത്. എത്രയാണ്? 64 ലക്ഷം. ഓക്കേടാ. ഇനി എടാ ഈ മൊത്തം സെക്ഷനുകളിലായി ഭരണഘടനാ നിർമ്മാണ സഭ, അതായത് മൊത്തം 11 സെക്ഷനുകൾ, എത്രയാണ്? 11 സെക്ഷൻ. ഈ 11 സെക്ഷനുകളിലായി ഭരണഘടനാ നിർമ്മാണ സഭ ആകെ സമ്മേളിച്ച ദിവസങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എടാ 165 ദിവസമാണ്. എടാ 11 സെക്ഷനുകളിലായി ഭരണഘടനാ നിർമ്മാണ സഭ 165 ദിവസം എന്താണ് സമ്മേളിച്ചു. 165 ദിവസങ്ങൾ എടുത്തു എന്ന് മനസ്സിലാക്കുക. ഇതിൽ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കാനായി മാത്രം 114 ദിവസം എടുത്തു. എത്രയാണ്? 114 ദിവസമാണ് ഉപയോഗിച്ചതെന്ന് മനസ്സിലാക്കുക. എടാ അടുത്തത് മനസ്സിലാക്കുക, ഡിഗ്രി ലെവൽ പോലുള്ള ഇതിലാണ് ചോദിക്കുന്നത്, എന്നാലും മനസ്സിലാക്കി വെച്ചേക്ക്. പൗരത്വം, ഇലക്ഷൻ, പ്രൊവിഷണൽ പാർലമെന്റ്, പൗരത്വം, ഇലക്ഷൻ, പ്രൊവിഷണൽ പാർലമെന്റ് എന്നിങ്ങനെയുള്ള വ്യവസ്ഥകൾ അടങ്ങുന്ന ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ വകുപ്പുകൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ അത് മനസ്സിലാക്കുക. ആർട്ടിക്കിളുകളായ 5, 6, 7, 8, 9, പിന്നെ 60, 324, 366, 367, 379, 380, 388, 391, 392, 393, 394 എന്നിവ 1949 നവംബർ 26 തന്നെ നിലവിൽ വന്നിരുന്നു എന്ന് മനസ്സിലാക്കുക. എടാ ഇത്രയും ആർട്ടിക്കിളുകൾ നവംബർ 26 തന്നെ നിലവിൽ വന്നിരുന്നു. അതായത് നിങ്ങൾ നോക്കുക, 3, 6, 3, 9, 10, 13, 16ഓളം ആർട്ടിക്കിളുകൾ എന്താണ് നവംബർ 26, 1949 തന്നെ നിലവിൽ വന്നിരുന്നു. മറ്റു വ്യവസ്ഥകൾ അടങ്ങുന്ന അനുച്ഛേദങ്ങളാണ് 1950 ജനുവരി 26 നിലവിൽ വന്നത്. എടാ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്നതാണ് 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും 22 ഭാഗങ്ങളുമാണ്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് 1950 ജനുവരി 26 ഉണ്ടായിരുന്നത് 395 അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ വകുപ്പുകൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകൾ, 8 പട്ടികകൾ അല്ലെങ്കിൽ ഷെഡ്യൂളുകൾ, 22 ഭാഗങ്ങൾ അല്ലെങ്കിൽ പാർട്സ്. എങ്ങനെയാണ്? ഇതാണ് ഉണ്ടായത്. എന്നാൽ നിലവിൽ നിങ്ങൾ നോക്കുക, 470 അധികം അനുച്ഛേദങ്ങളും 12ഓളം പട്ടികകളും 25 ഭാഗങ്ങളുമാണ്. 470 കൂടുതൽ അനുച്ഛേദങ്ങൾ, 12 പട്ടികകൾ, 25 ഭാഗങ്ങളാണ് ഇപ്പോൾ ഭരണഘടനയിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. എടാ ഇന്ത്യൻ ഭരണഘടന എങ്ങനെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്? ഇന്ത്യൻ ഭരണഘടന പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കുക. എടാ അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്. എടാ എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത? ഒന്ന്, ലിഖിത ഭരണഘടനയാണ്. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പൊ ലിഖിത ഭരണഘടനയാണ്. അതുപോലെ സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, പാർലമെന്ററി ഭരണ സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, അതുപോലെ സംയുക്ത ഭരണവ്യവസ്ഥ, നിയമവാഴ്ച, ഏക പൗരത്വം എന്നിവയൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഏക പൗരത്വം എന്നൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. എടാ അടുത്തത് ഈ കാര്യങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചു വെക്കണേ. ഭരണഘടന സവിശേഷതകൾ: ലിഖിത ഭരണഘടനയാണ്, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, പാർലമെന്ററി ഭരണ സമ്പ്രദായം, മൗലികാവകാശങ്ങൾ, കർത്തവ്യങ്ങൾ, നിർദ്ദേശങ്ങൾ, സംയുക്ത ഭരണവ്യവസ്ഥ, നിയമവാഴ്ച, ഏക പൗരത്വം എന്നിവ വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു വെക്കുക. എടാ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സമ്പ്രദായമാണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം. ഇവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭ, നമ്മളിപ്പോ ഇവിടെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, നഗരസഭ ഒക്കെ നമ്മൾ എന്താണ് ജനങ്ങളെ അവരാണ് ഈ പ്രാദേശിക ഭരണകൂടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിറവേറ്റുന്നത്. പിന്നീട് നമ്മൾ MLA തിരഞ്ഞെടുക്കുന്നു, MP മാരെ തിരഞ്ഞെടുക്കും. ഇവരാണ് മന്ത്രിമാരും ഒക്കെ ആയി നമ്മളെ ഭരിക്കും. നമ്മുടെ ആവശ്യങ്ങൾ അവരെ അറിയിക്കും, അവരതിനനുസരിച്ചുള്ള നിയമങ്ങളും മറ്റും ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സമ്പ്രദായത്തെയാണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലടാ.
ഇനി ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തെരഞ്ഞെടുക്കുന്ന സംവിധാനം പല രാഷ്ട്രങ്ങളിലും ഉണ്ട്. അവിടെ അത് പ്രസിഡൻഷ്യൽ സമ്പ്രദായമാണ്. ഇവിടെ നമ്മൾ പാർലമെന്ററി ഭരണ സമ്പ്രദായവും അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ പ്രസിഡൻഷ്യൽ സമ്പ്രദായവുമാണ്. കാരണം ജനങ്ങൾ നേരിട്ടാണ് ഭരണത്തലവനെ തെരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം. പ്രസിഡൻഷ്യൽ സമ്പ്രദായമുള്ള രാജ്യങ്ങളാണ് അമേരിക്കൻ ഐക്യനാടുകളും ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങൾ. അമേരിക്കൻ ഐക്യനാടുകൾ, ഫ്രാൻസ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തന്റെ അവസാന പ്രസംഗത്തിൽ BR അംബേദ്കർ യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തന്റെ അവസാന പ്രസംഗത്തിൽ 1950 ജനുവരി 24 അവസാനമായി ഭരണഘടനാ നിർമ്മാണ സഭ കൂടിയത്. ആ സമയങ്ങളിൽ നടത്തിയ പ്രസംഗത്തിൽ BR അംബേദ്കർ, ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ BR അംബേദ്കർ പറഞ്ഞത് യൂണിയൻ ഓഫ് ട്രിനിറ്റി എന്ന് വിശേഷിപ്പിച്ച വാക്കുകൾ ഏതൊക്കെയാണ്? അതാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ കൃത്യമായി തന്നെ പോയിന്റ് ഔട്ട് ചെയ്യുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോർണർ സ്റ്റോൺ ഓഫ് എ നാഷൻ എന്ന പുസ്തകം രചിച്ചത് ഗ്രാൻവിലെ ഓസ്റ്റിൻ ആണ്. ഗ്രാൻവിലെ ഓസ്റ്റിൻ അറിഞ്ഞു വെച്ചേക്ക്. അടുത്തത് BN റാവു. ആരാണ് BN റാവു എന്നറിയാലോ? ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയ വ്യക്തിയാണ് BN റാവു. ഭരണഘടനയുടെ നക്കൽ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് BN റാവു ആണ്. ഭരണഘടനയുടെ നക്കൽ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് BN റാവു ആണ്. അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകനായിരുന്നതും BN റാവു ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ നിയമോപദേശകനായിരുന്നതും BN റാവു ആണ് എന്ന് മനസ്സിലാക്കുക. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ അത് BN റാവു ആണ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ചോദിച്ചാലും അത് BN റാവു ആണ്. BN റാവു. മ്യാൻമറിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉപദേശകനായിരുന്ന ഇന്ത്യക്കാരനാണ് BN റാവു. മ്യാൻമറിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉപദേശകനായിരുന്ന ഇന്ത്യക്കാരൻ ചോദിച്ചാൽ അത് BN റാവു ആണ്. ആരാണ്? ബെനഗൽ നാഗറാവു എന്ന BN റാവു. ഇത്രയാണ് BN റാവുവിനെ കുറിച്ച് പഠിക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ ആരൊക്കെ? ഭരണഘടനാ നിർമ്മാണ സഭയിൽ കുറച്ചധികം മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. അവരാണ് തിരുവിതാംകൂറായി ആദ്യം നോക്കാം. തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്നത് പട്ടം താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, അതുപോലെ PT ചാക്കോ എന്നിവരാണ്. ഇത്രയും കാര്യങ്ങൾ തിരുവിതാംകൂർ. പട്ടം താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, പിന്നെ PT ചാക്കോ. ഇത്രയും തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നവരാണ്. പിന്നെ മദ്രാസുമായി ബന്ധപ്പെട്ട് ആളുണ്ട്. അതിനു മുമ്പ് കൊച്ചിയിൽ ഒരേ ഒരാളെ ഉണ്ടായുള്ളൂ, പനമ്പള്ളി ഗോവിന്ദമേനോൻ. പനമ്പള്ളി ഗോവിന്ദമേനോനാണ് കൊച്ചിയിലെ അംഗം എന്ന് പറയുന്നത്. മദ്രാസില് K മാധവ മേനോൻ, P കുഞ്ഞിരാമൻ, KTM അഹമ്മദ് ഇബ്രാഹിം, B പോക്കർ, AK മേനോൻ, അബ്ദുൾ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മയിൽ സാഹിബ് എന്നിവരാണ്. ഒന്നുകൂടെ നോക്കുക. മാധവ മേനോൻ മദ്രാസ് പ്രൊവിൻസി, അതുപോലെ P കുഞ്ഞിരാമൻ മദ്രാസ്, KTM മുഹമ്മദ് അഹമ്മദ് ഇബ്രാഹിം മദ്രാസ്, B പോക്കർ മദ്രാസ്, AK മേനോൻ മദ്രാസ്, അബ്ദുൾ സത്താർ ഹാജി മദ്രാസ്, മുഹമ്മദ് ഇസ്മയിൽ സാഹിബ് മദ്രാസ് എന്നിവരാണ്. അതുപോലെ ജോൺ മത്തായി യുണൈറ്റഡ് പ്രൊവിൻസിനാണ് പ്രതിനിധീകരിച്ചത്. ജോൺ മത്തായി യുണൈറ്റഡ് പ്രൊവിൻസ്. ഇനി വനിതകൾ, ഇതിലുണ്ടായിരുന്ന വനിതകളാണ് ആനി മസ്കിൻ തിരുവിതാംകൂറിനെ പ്രതിനിധീകരിച്ചു. അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും മദ്രാസിനെയാണ് പ്രതിനിധീകരിച്ചത്. ആനി മസ്കിൻ തിരുവിതാംകൂർ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ മദ്രാസ് ആണ്. മദ്രാസ്. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യത്തെ SC/ST വനിതയാണ് ദാക്ഷായണി വേലായുധൻ. ഇന്ത്യയിൽ പ്രീ ഡിഗ്രി പാസ്സായ ആദ്യ SC/ST വനിത ചോദിച്ചാൽ അത് ദാക്ഷായണി വേലായുധനാണ്. അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായ ഏക ദളിത് വനിതയാരാണ്? അതും ദാക്ഷായണി വേലായുധനാണ്. അതും ദാക്ഷായണി വേലായുധനാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയി പഠിച്ചു വെക്കുക. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോഴുള്ള ബ്രിട്ടീഷ് രാജാവ് ആരാണ്? ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഇനി കേരളത്തിലാണെങ്കിൽ KPCCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? ഇത്രയും വസ്തുതകളൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമനാണ്. ആരാടാ? ജോർജ് ആറാമനാണ് ബ്രിട്ടീഷിന്റെ രാജാവ്. ആരാ പ്രധാനമന്ത്രി? കാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ച അതേ പ്രധാനമന്ത്രി തന്നെ ആരാണ്? അത് ക്ലെമന്റ് ആറ്റ്ലി ആണ്. ക്ലെമന്റ് ആറ്റ്ലി. ജോർജ് ആറാമൻ രാജാവും ക്ലെമന്റ് ആറ്റ്ലി പ്രധാനമന്ത്രിയുമായിരുന്നു. ആരായിരുന്നു ആ സമയത്തെ ഇന്ത്യയുടെ വൈസ്രോയി? ഇന്ത്യയുടെ വൈസ്രോയി ആരാടാ? അതേടാ ആ പ്ലാൻ തന്നെ മുന്നോട്ട് വെച്ച മൗണ്ട് ബാറ്റൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ, ബാൽക്കൻ പ്ലാൻ, ജൂൺ 3 പ്ലാൻ എന്നിങ്ങനെ അറിയപ്പെട്ട അതേ പ്ലാൻ മുന്നോട്ട് വെച്ച ആള് തന്നെ മൗണ്ട് ബാറ്റൻ ആണ് വൈസ്രോയി ആയിരുന്നത്.
എടാ, എന്നാൽ ആരായിരുന്നു കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ? അത് JB കൃപലാനിയാണ്. ആരാടാ? JB കൃപലാനി. അത് പഠിച്ചു വച്ചേക്കുക. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രി ഇന്ത്യ സ്വതന്ത്രമാവുമ്പോൾ ആരായിരുന്നു കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന് ചോദിച്ചാൽ അത് JB കൃപലാനി. അന്ന് കോൺഗ്രസ് ഒരു പ്രസ്ഥാനമായിരുന്നു, ഇന്നത്തേതുപോലെ പാർട്ടി അല്ല എന്ന് മനസ്സിലാക്കുക. കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആ പ്രസ്ഥാനത്തിന്റെ അന്നത്തെ പ്രസിഡന്റ് JB കൃപലാനിയും KPCCയുടെ പ്രസിഡന്റ് ആയിരുന്നത് കേളപ്പനുമാണ്. കേളപ്പനുമാണ്. എടാ, ഇത്രയും കാര്യം കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത് പഠിച്ചു പോവുക. ഓക്കേടാ. എടാ, അടുത്തത് എന്താണ് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നൊക്കെ നമ്മൾ പറയില്ല, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ അങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്? എടാ, ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ഭരണത്തലവനായുള്ള രാജ്യത്തെ പറയുന്ന പേരാണ് റിപ്പബ്ലിക്. എടാ, ഒരു ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തെരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി ഭരണത്തലവനായുള്ള രാജ്യത്തെ പറയുന്ന പേരാണ് റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. എവിടെയാണ്? ഫ്രാൻസിൽ നിന്ന്. എടാ, ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗമാണ് ആമുഖം. ഏതാണെടാ? ആമുഖം. ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ ഭാഗം ചോദിച്ചാൽ അത് ആമുഖമാണ്. ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നാണ്. എടാ, ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്നതാണ്. നമ്മൾ പറഞ്ഞു റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. എടാ, ഈ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന വീതി ഏതാണെന്നറിയോ? അതാണ് കർത്തവ്യപഥ്. പണ്ട് കാലങ്ങളിൽ നമ്മൾ രാജ്പഥ് എന്ന് പറഞ്ഞിരുന്നു. രാജ്പഥിന്റെ പുതിയ പേരാണ് കർത്തവ്യപഥ്. ഏതാണ്? കർത്തവ്യപഥ്. പഠിച്ചു പോവുക. രാജ്പഥിന്റെ പുതിയ പേരാണ് കർത്തവ്യപഥ്. എടാ, ആരാണ് റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന വേദി ചോദിച്ചാൽ കർത്തവ്യപഥും. എടാ, റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തുന്ന ആരാണ്? എടാ, അത് രാഷ്ട്രപതിയാണ്. എടാ, റിപ്പബ്ലിക് ദിനത്തിൽ പതാക ഉയർത്തുന്നത് രാഷ്ട്രപതിയും സ്വാതന്ത്ര്യ ദിനത്തിൽ പതാക ഉയർത്തുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായിരിക്കും. അതാ മനസ്സിലാക്കുക. റിപ്പബ്ലിക് ദിനത്തിൽ പതാക ഉയർത്തുന്ന ആരാണ്? അത് രാഷ്ട്രപതി. എന്നാൽ സ്വാതന്ത്ര്യ ദിനത്തിൽ ആരാണ്? ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ, പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെയാണ് റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തിൽ ഗവർണറും, സ്വാതന്ത്ര്യ ദിനത്തിൽ കേരളത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയുമാണ് പതാക ഉയർത്തുന്നത്. ഓക്കെ, രണ്ട് കാര്യങ്ങളും വ്യക്തമായി തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഒരുപാട് ചോദ്യങ്ങൾ ഒരുപാട് തവണ പണ്ട് മുതൽ PSC തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റി അതാണ് നമ്മൾ നോക്കുന്ന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇത് ഒന്നാമത്തെ പോയിന്റ് തന്നെ നമ്മൾ പറഞ്ഞതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. എന്തിനു വേണ്ടിയാണ് ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഏതാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. എപ്പോഴാണ് രൂപീകരിക്കപ്പെട്ടതെന്ന് ചോദിച്ചാൽ 1947 ഓഗസ്റ്റ് 29. 1947 ഓഗസ്റ്റ് 29. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ 15 ദിവസങ്ങൾക്ക് ശേഷം 29-ാം തീയതി 47 ഓഗസ്റ്റ് 29-ന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെട്ടു. എത്ര പേരാണ് അംഗങ്ങൾ? 7 അംഗങ്ങൾ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ 7 അംഗങ്ങൾ. 47 ഓഗസ്റ്റ് 29-ന് എന്താണ് നിയമിക്കപ്പെട്ടു എന്ന് കൂടെ പഠിച്ചു വെക്കുക. ആരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ? BR അംബേദ്കർ ആണ്. ഓക്കെ, BR അംബേദ്കർ ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത്. ഭരണഘടനയുടെ ആദ്യത്തെ ഡ്രാഫ്റ്റ് തയ്യാറാക്കപ്പെട്ട വർഷം ചോദിച്ചാൽ 1948 ഫെബ്രുവരി. 47 ഓഗസ്റ്റ് 29-നാണ് ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നിയമിക്കപ്പെടുന്നത്. അവർ ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ ഡ്രാഫ്റ്റ് ഈ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തയ്യാറാക്കിയത് 1948 ഫെബ്രുവരിയിൽ. തുടർന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഡ്രാഫ്റ്റിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളും വിമർശനവും അറിയിക്കാൻ 8 മാസത്തെ സമയം കൊടുക്കുന്നുണ്ട്. എത്രയാണ്? 8 മാസത്തെ സമയം. ഇങ്ങനെ ലഭിച്ച പൊതുജനങ്ങളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പരിഷ്കരിച്ച രണ്ടാമത്തെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് 48 ഒക്ടോബറിലാണ്. 48 ഒക്ടോബറിലാണ്. അതായത് ഫെബ്രുവരി കഴിഞ്ഞു ഒന്നാമത്തത്, രണ്ടാമത്തെ ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് ഒക്ടോബറിൽ, 1948 ഒക്ടോബർ.
എടാ ഇന്ത്യൻ ഭരണഘടനയുടെ അവസാന ഡ്രാഫ്റ്റ് അംബേദ്കർ ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിച്ചത് 48 നവംബർ 4-ന്, ഒന്നാം റീഡിംഗ്, ഫസ്റ്റ് റീഡിംഗ് എന്നല്ലേ. നമുക്കറിയാം ഒരു ബില്ല് നിയമമാകുന്ന റീഡിങ്ങുകളുണ്ട്, അതുപോലെ തന്നെ അന്നും ഉണ്ടായിരുന്നു 48 നവംബർ 4-ന് ഫസ്റ്റ് റീഡിംഗ്. അതായത് അംബേദ്കർ എന്തായി അവസാനമായി ഡ്രാഫ്റ്റ് മൂന്നാമത്തെ തവണ അവസാനമായി നിയമനിർമ്മാണ സഭയിൽ അത് അവതരിപ്പിച്ചു. എപ്പോഴാണ്? 48 നവംബർ 4-ന്. എടാ ഭരണഘടനയുടെ സെക്കൻഡ് റീഡിംഗ് അതായത് രണ്ടാമത്തെ റീഡിംഗ് 49 ഒക്ടോബർ 17-ന് പൂർത്തിയായി. 49 ഒക്ടോബർ 17-ന് രണ്ടാം റീഡിംഗ് പൂർത്തിയായി. എടാ മൂന്നാമത്തേതും അവസാനത്തേതുമായ റീഡിംഗ് 1949 നവംബർ 14-ന് തുടങ്ങി 26-ന് അവസാനിച്ചു. 26-ന് ഇത് അംഗീകരിച്ചു. 26-ന് ഇത് അംഗീകരിച്ചു. എടാ അവസാനത്തെ റീഡിംഗ് 49 നവംബർ 14-ാം തീയതി തുടങ്ങി നവംബർ 26-ാം തീയതി വരെ ഉണ്ടായിരുന്നു. ആ 26-ാം തീയതി ഇന്ത്യയുടെ ഭരണഘടനയെ ആരംഗീകരിച്ചു? ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. ഇങ്ങനെ 3 രീതിയിലൊക്കെ റീഡിംഗ് ഒക്കെ ആയിട്ടാണ് ഇത് അംഗീകാരത്തിലേക്ക് എത്തുന്നത് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. എടാ ഇനി ഇമ്പോർട്ടന്റ് ആണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ. ആ 7 അംഗങ്ങളെ അങ്ങ് പഠിച്ചു വെച്ചേക്ക്. 1 BR അംബേദ്കർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ, N ഗോപാലസ്വാമി അയ്യങ്കാർ, DP ഗെയ്ത്താൻ, BL മിത്തർ. അംബേദ്കർ, മുൻഷി, മുഹമ്മദ് സാദുള്ള, കൃഷ്ണസ്വാമി അയ്യർ, ഗോപാലസ്വാമി അയ്യങ്കാർ, ഗെയ്ത്താൻ, മിത്തർ. ഇങ്ങനെ ഈ 7 പേരും അങ്ങ് പഠിച്ചു വെക്കുക. എടാ അതില് ഈ ഗെയ്ത്താൻ എന്ത് ചെയ്തു? അന്തരിച്ചു. അന്തരിച്ച ഗെയ്ത്താന് പകരമായി TT കൃഷ്ണമാചാരിയും മിത്തർ എന്ത് ചെയ്തു? രാജിവെച്ച് മിത്തർ മാറി. മിത്തറിന് പകരം N മാധവറാവുവും എന്താണ് ഇവിടെ അംഗങ്ങളായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ പഠിക്കാം. നമ്മുടെ അംബേദ്കർ ചെയർമാൻ അംബേദ്കർ ഉണ്ട്, മുൻഷി ഉണ്ട്, മുഹമ്മദ് സാദുള്ളയുണ്ട്, അല്ലാടി കൃഷ്ണസ്വാമി അയ്യറുണ്ട്, ഗോപാലസ്വാമി അയ്യങ്കാരുണ്ട്, TP ഗെയ്ത്താന് പകരം TT കൃഷ്ണമാചാരിയും രാജിവെച്ച BL മിത്തറിന് പകരം N മാധവറാവുമാണ് ഇതിന്റെ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളുകൾ. ഇത്രയും പേരുകൾ അങ്ങ് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ. എടാ ഇനി ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന അംഗങ്ങൾ ആരൊക്കെയായിരുന്നു എന്നാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന അംഗങ്ങൾ 1 BR അംബേദ്കർ, ബംഗാൾ പ്രവിശ്യയിൽ നിന്നാണ്. ഇന്ത്യ വിഭജനത്തിന് ശേഷം ബോംബെയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ HC മുഖർജി. ഇങ്ങനത്തെ പരീക്ഷയിൽ ചോദിക്കുന്നത്, അതായത് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന അംഗങ്ങൾ ചോദിച്ചാൽ 1 BR അംബേദ്കർ, HC മുഖർജി, KC നിയോഗി, രാജേന്ദ്ര പ്രസാദ്, സച്ചിദാനന്ദ സിൻഹ, JB കൃപലാനി, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ S രാധാകൃഷ്ണൻ, സർദാർ പട്ടേൽ, KM മുൻഷി, TT കൃഷ്ണമാചാരി എന്നിവരാണ്. എടാ ഈ കാര്യങ്ങൾ ഈ 11 പേരെയും അങ്ങ് പഠിച്ചു വെച്ചേക്കുക. എടാ ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന അംഗങ്ങളാണ് അംബേദ്കർ, HC മുഖർജി, KC നിയോഗി, രാജേന്ദ്ര പ്രസാദ്, സച്ചിദാനന്ദ സിൻഹ, JB കൃപലാനി, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ S രാധാകൃഷ്ണൻ, സർദാർ പട്ടേൽ, KM മുൻഷി, TT കൃഷ്ണമാചാരി എന്നിവർ. അതങ്ങ് പഠിച്ചു വെച്ചേക്കണം. അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു 11 പേരുകൾ അങ്ങ് ഓർത്ത് വെക്കുക. അതുപോലെ സഭയിലെ വനിതാ പ്രതിനിധികളുടെ എണ്ണം 15 ആയിരുന്നു എന്ന് പറഞ്ഞു. 15 വനിതാ പ്രതിനിധികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. 17 പേർ 2 പേർ പോയി. ആ 15 പേരെ നമുക്ക് അങ്ങ് പഠിക്കാം. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ദുർഗാബായ് ദേശ്മുഖ്, ആനി മസ്ക്രിൻ. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ദുർഗാബായ് ദേശ്മുഖ്, ആനി മസ്ക്രിൻ. ഹസ്ന ജിവ്രാജ് മേത്ത, മാലതി ചൗധരി, സുജേത കൃപലാനി. ഹസ്ന ജിവ്രാജ് മേത്ത, മാലതി ചൗധരി, സുജേത കൃപലാനി, വിജയലക്ഷ്മി പണ്ഡിറ്റ്, പൂർണിമ ബാനർജി, കമല ചൗധരി, ബീഗം ഐസാസ് റസൽ, സരോജിനി നായിഡു, രാജ്കുമാരി അമൃത് കൗർ, രേണുക റോയ്, ലീല നാഗ് എന്നിവരാണ്. എടാ ഒന്നുകൂടി അങ്ങ് ഓർത്ത് വെച്ചേക്കുക. നമുക്ക് വനിതകൾ 15 പേരാണ്. ആ 15 പേരുകൾ ഇപ്പോഴത്തെ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ദുർഗാബായ് ദേശ്മുഖ്, ആനി മസ്ക്രിൻ. അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രിൻ. അതുപോലെ ദുർഗാബായ് ദേശ്മുഖ്, മാലതി ചൗധരി, സുജേത കൃപലാനി, ഹസ്ന ജിവ്രാജ് മേത്ത, അതുപോലെ വിജയലക്ഷ്മി പണ്ഡിറ്റ്, പൂർണിമ ബാനർജി, കമല ചൗധരി, ബീഗം ഐസാസ് റസൽ, സരോജിനി നായിഡു. പിന്നെ രാജ്കുമാരി അമൃത് കൗർ. അമൃത് കൗർ ആണ്. അമൃത് കൗർ. അതുപോലെ രേണുക റായ്, ലീല നാഗ്. ഈ രാജ്കുമാരി അമൃത് കൗർ ഈ ഒരു സഭയിൽ ഉണ്ടായിരുന്നു എന്നതായിരുന്നു ഒരു ചോദ്യം ഇതിനു മുമ്പ് വന്നത്. അപ്പൊ രാജ്കുമാരി അമൃത് കൗർ ഉണ്ടായിരുന്നു എന്ന്
മനസ്സിലാക്കുക. കമലാ ചൗധരിയും ഉണ്ടായിരുന്നു. അപ്പൊ ഈ കാര്യങ്ങൾ ഇത്രയും 15 പേരുടെ പേരുകൾ കൂടി ഇവിടെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് വേണം പരീക്ഷാ ഹാളിലേക്ക് പോവാൻ. എടാ ഇത്രയുമാണ് ഇന്നത്തെ ഒരു വീഡിയോ സെക്ഷനിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇതിന്റെ അടുത്ത ഒരു ഭാഗം കൂടി ഉണ്ടാകും. 3 ഭാഗമായിട്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭ, അതായത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് 1 മാർക്ക് പോലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന ആ ഒരൊറ്റ ഉദ്ദേശം കൊണ്ടാണ് നമ്മൾ ഇത്രയും പാർട്ടുകളായിട്ട് ഈ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ 3 പാർട്ട് 1.5 മണിക്കൂറാണ് ഈ വീഡിയോ വരുന്നത്. ആ 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഹൃദ്യസ്ഥമാകും. ഇവിടെ നിന്ന് ഏത് ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയും ചെയ്യണം. അതാണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ തരും. ഈ PDF നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് കൃത്യമായി കാര്യങ്ങൾ വിശകലനം ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോവുക. ഓക്കേടാ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. അടുത്ത പാട്ടുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്